അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ കഴിഞ്ഞു. അപ്പോൾ 2-3 ദിവസം മുമ്പ് ഞാനൊരു പ്രഭാഷണം കേട്ടു, ഒരു പ്രസംഗം, ഒരു വഹാബിയുടെ പ്രസംഗം ഞാൻ കേട്ടു. ചിലപ്പോൾ നിങ്ങളത് കേട്ടവരായിരിക്കാം, എന്നാലും നമുക്കൊന്ന് കേട്ട് നോക്കാം. പ്രചാരത്തിലുള്ള 2 മൗലൂദുകളുണ്ട്. എനിക്ക് ഈ മൗലൂദൊന്നും പാടി പരിചയമില്ല കേട്ടോ. ഞാൻ നിങ്ങൾ അതിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി ഞാൻ അതിനെപ്പറ്റി ഒന്ന് പഠിച്ചതാ. കാരണം എൻ്റെ നാട്ടിൽ ആ സന്ദേശമല്ല. ഈ മൗലൂദൊന്നും ഇല്ലാത്തൊരു നാട്ടിൽ അൽഹംദുലില്ലാ 420ഓളം കുടുംബങ്ങളും മുജാഹിദീങ്ങളുള്ള ഹക്കായ ഹൈറായ നിലക്ക് മുന്നോട്ട് പോകുന്ന ഒരു നാട്. അപ്പൊ ഇതിന്റെ നിരർത്ഥകത ഒന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഞാൻ പഠിച്ചതാ. ഇപ്പൊ നിങ്ങൾ പാടുന്ന മങ്കൂസ് മൗലൂദ്, അതിലൊരു വരിയുണ്ട്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇത് കേട്ടിട്ടില്ലേ? ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം? നിങ്ങൾ എവിടെയെങ്കിലും ഇതിന്റെ അർത്ഥം ഒരാൾ മൈക്ക് സെറ്റ് കൂടെയോ ഒരു പ്രസംഗത്തിലോ വിശദീകരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇതിന്റെ അർത്ഥം അള്ളാഹ് ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു വരിയാണ്. ഓക്കെ, ഇതാണ് അദ്ദേഹം പറയുന്നത്. ആദ്യം തന്നെ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ നബിദിനം മൗലിദ് ഓതലൊന്നും ഇല്ല എന്നാണ്. പച്ചക്കളവാണ് പറയുന്നത്. ലോകത്ത് എല്ലാ സ്ഥലത്തും റബീഉൽ അവ്വൽ മാസം മൗലിദ് ചെല്ലാറുണ്ട്, നബിദിനം ആഘോഷിക്കാറുണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ നടക്കുന്നുണ്ട്. പച്ചക്കളവാണ് പറഞ്ഞത്. പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് മങ്കൂസ് മൗലിദിനെ കുറിച്ച് ഒരു 2 വരി ഇദ്ദേഹം പറയുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിൻ്റെ മുമ്പ് ഇദ്ദേഹം വേറെ പറഞ്ഞ കാര്യമുണ്ട്. ഈ മങ്കൂസ് മൗലിദിലെ ഈ 2 വരിയെക്കുറിച്ച് ഇർത്തഖബത്തു അലൽ ഖത്ത ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്ന വരിയെക്കുറിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞ് വിശദീകരിക്കുന്ന ഒരു പ്രഭാഷണം, മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന ഒരു പ്രഭാഷണം പോലും ആരും നടത്തുന്നതായിട്ട് കാണാൻ കഴിയില്ല എന്ന്. പച്ചക്കളവാണ് അതും പറഞ്ഞത്. എൻ്റെ പൊന്നാര സുഹൃത്തെ, ആ യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ഉസ്താദുമാർ മണിക്കൂറുകൾ നീളുന്ന ഈ വരി മാത്രാക്കണ്ടേ, ആദ്യം മുതൽ അവസാനം വരെ മങ്കൂസ് മൗലിദ് വിശദീകരിക്കുന്ന ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ കാണാൻ കഴിയും. നിങ്ങൾ സമയമുണ്ടെങ്കിൽ അതൊന്നെടുത്ത് കണ്ടാൽ മതി. പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട്, ഇദ്ദേഹം മൗലിദിനെ കുറിച്ച് പഠിച്ചിട്ടാണ് ഇത് തെറ്റാണെന്ന് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് പഠിച്ചത്? ഇദ്ദേഹം ഇതുപോലെയുള്ള വഹാബികളുടെ പ്രസംഗം കേട്ടിട്ടാണ് ആ മൗലിദിനെ പഠിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അതിൽ എവിടെയാണ് ഷിർക്ക് എന്ന്, അല്ലെങ്കിൽ അതിന് ആദ്യം മുതൽ അവസാനം വരെ ഷിർക്കേ കാണുള്ളൂ. ഏതുപോലെ നമ്മൾ പറയാറുണ്ട്, മഞ്ഞപ്പിത്തം ബാധിച്ചവൻ്റെ കണ്ണുകൊണ്ട് എന്ത് നോക്കിയാലും മഞ്ഞയായിട്ട് തോന്നൂ എന്ന് നമ്മൾ സാധാരണ ഒരു ചൊല്ല് പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഓൾറെഡി ഉള്ളിൽ വഹാബിസം കയറ്റി വെച്ചിട്ട് ഈ മങ്കൂസ് മൗലിദ് പഠിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ ആദ്യം മുതൽ അവസാനം വരെ ഷിർക്കേ കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പഠിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിനെ ഒന്ന് നിഷ്പക്ഷമാക്കി വെച്ചിട്ട് നിങ്ങൾ പഠനത്തിലേക്ക് ഇറങ്ങുക. ഏത് കാര്യം പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ആദ്യം മനസ്സിനെ നിഷ്പക്ഷമാക്കി ഇറക്കുക, എന്നിട്ട് ആ വിഷയം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുക. അതാണ് വേണ്ടത്. അപ്പോഴാണ് നമുക്കതിൻ്റെ നമ്മുടെ മനസ്സുകൊണ്ട് ആരുടെ ഭാഗത്താണ് എന്താണ് ശരിയായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്താണോ കുത്തിവെച്ചിട്ടുള്ളത് അതിലേക്കേ നമ്മൾ പോകുകയുള്ളൂ. ഓക്കെ, സാധാരണ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞ ഈ 2 വരി ഇത് എല്ലാ വഹാബികളും പറയുന്നതാണ്. കോമൺ ആയിട്ട് പറയുന്ന ഒരു ക്ലീഷേ ഡയലോഗാണ്. അഥവാ ഇർത്തഖബത്തു അലൽ ഖത്ത എന്ന് തുടങ്ങുന്ന മങ്കൂസ് മൗലിദിലെ ആ വരി. അപ്പോൾ നമുക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. കിതാബും മറ്റുള്ളതൊക്കെ നമുക്ക് മാറ്റിവെക്കാം. ഈ വഹാബികൾ ഇങ്ങനെ ചോദിക്കുന്ന ഈ വഹാബികളോട് നമുക്ക് ചോദിക്കാം, ഓക്കെ, നിങ്ങൾ പറഞ്ഞത് പ്രകാരം മങ്കൂസ് മൗലിദിലെ ഈ വരി നമുക്ക് ഒഴിവാക്കിയിട്ട് ഒരു സദസ്സ് നമുക്ക് സംഘടിപ്പിക്കാം. അവിടെ നമുക്ക് ഈ വരി ഒഴിവാക്കിയിട്ട് ബാക്കി ഭാഗം ചെല്ലാം. മങ്കൂസ് മൗലിദിൽ നിന്ന് ഈ വരി ഒഴിവാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് നമുക്കൊരു പരിപാടി സംഘടിപ്പിക്കാം, നിങ്ങളും അതിലേക്ക് വരണം. ആ പരിപാടിയിൽ നമ്മൾ ഈ വരി നമ്മൾ ചെല്ലുന്നില്ല, ബാക്കി കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പങ്കെടുക്കുമോ? അല്ലെങ്കിൽ ഇവരങ്ങനെ പരിപാടിക്ക് ഇവർ തയ്യാറാകുമോ? ഇല്ല. അപ്പോൾ പിന്നെ ഈ വരിക്കല്ലേ പ്രശ്നമുള്ളൂ? അല്ല. അപ്പോൾ അവർ പറയുന്നത് ഈ വരിയല്ല, അവിടെയും പ്രശ്നമുണ്ട്, അപ്പോൾ അപ്പുറത്തും പ്രശ്നമുണ്ട്. അപ്പോൾ എന്നാൽ അത് വേണ്ട, അത് ഒഴിവാക്കിയിട്ട് ബാക്കി അപ്പോൾ അപ്പുറത്ത് പ്രശ്നം. അപ്പം മൊത്തത്തിൽ മങ്കൂസ് മൗലിദ് മുഴുവൻ ഷിർക്കാണ്, തെറ്റാണ് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഈ ഒരു വരി എടുത്ത് പറയേണ്ട കാര്യം എന്താണ്? അതാണ് വഹാബിസത്തിൻ്റെ പ്രശ്നം. അവിടെയാണ് വഹാബിസം എന്ന് പറയുന്നത്. ഇവർക്ക് മങ്കൂസ് മൗലിദ് എന്നല്ല, പ്രവാചകൻ്റെ മദ്ഹുകൾ പാടുന്നതും പറയുന്നതും അതുമായി ബന്ധപ്പെട്ടതെല്ലതും ഇവർക്ക് അലർജിയാണ്. അതിനോടൊക്കെ ഇവർക്ക് പുച്ഛമാണ്, വെറുപ്പാണ്. ഇതാണ് വഹാബിസത്തിൻ്റെ അടിത്തറ. അല്ലാതെ ആ ഒരു വരിയിൽ പ്രശ്നം ഉണ്ടായത് കൊണ്ടല്ല. ഇത് അവരുടെ ട്രിക്കാണത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇതുപോലെ തന്നെ വേറൊരു ടീം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അഥവാ എല്ലാ കൊല്ലം വരാറുള്ളതാണ്. ഈ നബിദിനം കഴിക്കുന്നതും മൗലിദ് കഴിക്കുന്നതൊക്കെ ആളുകൾക്ക് ഫുഡ് അടിക്കാനുള്ള ഒരു പരിപാടിയാണ് എന്നാണ് ഇവർ പറയാറുള്ളത്. അങ്ങനെ പറയുന്നവരോട് നമുക്ക് തിരിച്ച് ചോദ്യം ചോദിക്കാം. ഇതുപോലൊരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഒരു 2 വർഷം മുമ്പത്തെ നബിദിനത്തിന് ഇതുപോലെ പള്ളിയിൽ നടക്കുന്ന മൗലിദിനെ പറ്റി പറഞ്ഞപ്പോൾ
ഒരാളെന്നോട് ചോദിച്ചു, കുറച്ചൊരു വഹാബിസുള്ള ഒരാളാണ്. അദ്ദേഹം ചോദിച്ചു, അദ്ദേഹം ഒറ്റ ദിവസം പള്ളിയിൽ മൗലിദിന് പങ്കെടുക്കാറില്ല, അഥവാ റബീഉൽ അവ്വൽ 30 ദിവസം പള്ളിയിൽ ഒരു സമയത്ത് മൗലിദ് ചെല്ലാറുണ്ട്, ആ മൗലിദിനൊന്നും ഇയാൾ പങ്കെടുക്കാറില്ല. അപ്പോൾ ഇയാൾ ചോദിക്കുകയാണ്, ഈ ചീരിണി ഇല്ലാതെ മൗലിദ് ചൊല്ലിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചെല്ലാം, നമുക്ക് നാളെ ചീരിണി ഒന്നും കൊടുക്കുന്നില്ല, നിങ്ങൾ വരുകൊണ്ടിട്ടാന്ന് പറഞ്ഞു. നാളെ ചീരിണി ഒന്നും ഇല്ലാതെ നമുക്ക് മൗലിദ് നമുക്ക് ചെല്ലാം, നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ വരുമോ എന്നുള്ളതല്ല, അങ്ങനെ ചെല്ലിക്കൂടെ, ആ ചെല്ലുകയും ചെയ്യും, നിങ്ങൾക്ക് അങ്ങനെ ചെല്ലണം എന്നാണ് ആഗ്രഹമെങ്കിൽ നമുക്ക് നാളെ ചീരിണി ഒന്നുമില്ല, നാളെ നിങ്ങൾ വരുകൊണ്ടിട്ടാന്ന് പറഞ്ഞു. തടിയെടുത്തു. ഇതാണ് വഹാബിസ്. അപ്പോൾ ചീരിണി മാത്രമല്ല പ്രശ്നം, മൊത്തത്തിൽ അവർക്ക് ആ പരിപാടിയോട് തന്നെ വെറുപ്പാണ്. അപ്പോൾ അത് ഒറ്റടിക്കാണ് പറയില്ല, മറിച്ച് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ഫോക്കസ് ചെയ്യും. അത് ആളുകൾ എന്ത് ചെയ്യാൻ, തെറ്റിദ്ധരിപ്പിക്കാനാണ് പറയുന്നത്. എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. പിന്നെ ചിലർ പറയും റബീഉൽ അവ്വൽ 12 അങ്ങനെ ഒരു നബിദിനാഘോഷം, ഒരു പരിപാടി, അതൊന്നും ഇല്ല, ഷിർക്കാണ്. ഏറ്റവും ചുരുങ്ങിയത് ഷിർക്കാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല, അത് ഷിർക്കാണെന്ന് പറയും. ഓക്കെ, എന്നാൽ നമുക്ക് റബീഉൽ അവ്വൽ 12 വേണ്ട, 13നോ 14നോ 15നോ അങ്ങനെ ഒരു 10-29 ദിവസം ഉണ്ടല്ലോ, 12 നമുക്ക് ഒഴിവാക്കാം, അല്ലാത്ത ദിവസങ്ങളൊരു പരിപാടി വെക്കുമോ? അല്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആയിട്ട് ആണ്ട് ഒഴിഞ്ഞു മാറും. അപ്പോൾ റബീഉൽ അവ്വൽ 12 ആണോ പ്രശ്നം? അല്ല, ആ മാസം തന്നെ അവർക്ക് പ്രശ്നമാണ്. കാരണം എന്താ, റസൂൽ ജനിച്ച മാസമാണ്. ആ മാസത്തിനോട് തന്നെ അവർക്ക് വെറുപ്പാണ്, അവർക്ക് അതിനോട് തന്നെ പുച്ഛമാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇതൊക്കെ കൊണ്ടാണ് വഹാബിസം എന്ന് പറയുന്നത്. അതിൻ്റെ ഷെറിനെ തൊട്ട് നമ്മളെപ്പോഴും പടച്ച റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യണമെന്ന് മുൻപ് കഴിഞ്ഞു പോയ പണ്ഡിതന്മാരൊക്കെ നമ്മെ പഠിപ്പിച്ചത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഇവരീ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഷിർക്കുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് എല്ലാവരെയും മുശ്രിക്കാക്കുക എന്നുള്ളൊരു അടിസ്ഥാന നയമാണ് വഹാബികൾക്ക് മുഴുവനുള്ളത്. ഞാൻ ഈ അടുത്ത് സാന്ദർഭികമായിട്ട് പറയട്ടെ, ഈ അടുത്ത് ഒരു പ്രഭാഷണം കേട്ടു. ഒരു തൊപ്പി വെച്ചിട്ടുള്ള ഒരു മൊല്ലാക്കയാണെന്ന് തോന്നുന്നു. അദ്ദേഹം ചെമ്മാട് എവിടെ നിന്നാണ് പഠിച്ചത്, മമ്പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ വലിയ വായിൽ വിളിച്ചു പറയുന്നൊരു രാഷ്ട്രീയ വേദിയിൽ വെച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചോറ് കഴിച്ചതും പഠിച്ചതും നമുക്ക് നോക്കേണ്ട കാര്യം. അദ്ദേഹം പറയുന്നൊരു കാര്യം, വഹാബികളൊക്കെ വേദിയിൽ ഇരിക്കുന്നുണ്ട്, അവരിങ്ങനെ ഇളിക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പറയുന്ന മൂച്ചുമ കയറ്റുന്നത് പോലെ ഇദ്ദേഹത്തിനെ ഇങ്ങനെ മൂച്ചുമ കയറ്റി കൊണ്ടുവരികയാണ്. അപ്പോൾ ഇദ്ദേഹം അതിനിടയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളും സുന്നികളും, അതായത് ഈ വഹാബികളും സുന്നികളും തമ്മിൽ പ്രശ്നമൊന്നുമില്ല, അത് നിസ്സാര പ്രശ്നമുള്ളൂ, നിസ്കരിക്കുമ്പോൾ കൈ കെട്ടുന്നിടത്ത് മാത്രമേ പ്രശ്നമുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന്. നിസ്കരിക്കുമ്പോൾ അവർ വേറെ സ്ഥലത്ത് കൈ കെട്ടുന്നു, നമ്മൾ വേറെ സ്ഥലത്ത് കൈ കെട്ടുന്നു, അവിടെ മാത്രമേ വിഷയമുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന്. ആ സുഹൃത്തിൻ്റെ കണ്ടെത്തലാണത്, അദ്ദേഹത്തിൻ്റെ മാത്രം കണ്ടെത്തലാണ്. എൻ്റെ പൊന്നാര സുഹൃത്ത്, ഈ പരിപാടിയാണ് ഏറ്റവും കൂടുതൽ അവർ നമ്മളിൽ നിന്ന് വ്യത്യാസം. കാണുന്നവരെ മുഴുവനും മുശ്രിക്കാക്കുക. ഒരു വഹാബി പരിപാടി നിങ്ങൾ പോയാൽ ആദ്യം മുതൽ അവസാനം വരെ കളവ് പറഞ്ഞിട്ട് അവസാനം എല്ലാവരെയും മുശ്രിക്കാക്കും. എല്ലാവരെയും മുശ്രിക്കാക്കുന്ന പരിപാടി. അവർ കുറച്ച് ആളുകൾ മാത്രമാണ് മുസ്ലിം ഉള്ളത്, ബാക്കി എല്ലാവരും ഷിർക്ക് ചെയ്യുന്നവരും മുശ്രിക്കാക്കിയിട്ട് തീർക്കുക. ഏറ്റവും കൂടുതൽ ആരാണോ മുശ്രിക്കാക്കാൻ മുൻപന്തിയിലുള്ളത്, ഏറ്റവും കൂടുതൽ ആളുകളെ മുശ്രിക്കാക്കുന്നവൻ ആരാണോ അവനാണ് അവരുടെ കൂട്ടത്തിൽ ആ വർഷത്തെ അവാർഡിന് അർഹനാവാൻ. അവനക്ക് അവിടെ വെച്ചിന് സമ്മാനം കൊടുക്കും. കാരണം എന്താ, ഏറ്റവും കൂടുതൽ മുശ്രിക്കാക്കിയ മുജാഹിദ് നേതാവ് എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് തന്നെ സമ്മാനം കൊടുക്കും. ഇതാണ് വഹാബിസത്തിൻ്റെ അവസ്ഥ. അപ്പോൾ വഹാബിസവും നമ്മളും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ തന്നെയാണ്. എല്ലാത്തിനോടും പുച്ഛം. റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടുന്നത് പറ്റൂല, പറയുന്നത് പറ്റൂല, അത് കേൾക്കുന്നത് പറ്റൂല, അതിൻ്റെ അടുത്തുകൂടെ പോകുന്നത് തന്നെ ഷിർക്കാണ് എന്നുള്ള ഇത്തരം വാദങ്ങളാണ് ഇവരെ സുന്നികളും ഇവരൊക്കെ തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത്. ചെറിയ വ്യത്യാസമല്ല, വലിയ വ്യത്യാസം തന്നെയുണ്ട് ഇവരും നമ്മളും തമ്മിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആളുകളുടെ ഷറിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.